അധ്യാപിക ഷക്കീം എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. വേലൂർ മാവിൻ ചുവടിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പുനയൂർക്കുളം സ്വദേശിയായ 29 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. തൃത്തല്ലൂരിൽ വീണ്ടും അപകടം. അപകടത്തിൽപ്പെട്ട ലോറിക്ക് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ പത്തനംതിട്ട അടൂർ സ്വദേശി പാപ്പച്ചനാണ് പരിക്കേറ്റത്. ഇയാളെ വാടാനപ്പള്ളി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. എട്ടാങ്കല്ലിൽ കഴിഞ്ഞ ദിവസം ബൈക്ക് ലോറിയിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ട അപകടത്തിൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിലാണ് കണ്ടെയ്നർ ലോറി ഇടിച്ചത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സും വാടാനപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. കഴിഞ്ഞ ദിവസം ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റായിരുന്നു. വൈകുന്നേരത്തെ ആവശ്യകത 6013 മെഗാവാട്ടാണ്. 2024 മെയ് 3 രേഖപ്പെടുത്തിയ 115.94 ദശലക്ഷം യൂണിറ്റിനെയാണ് നിലവിൽ മറികടന്നിരിക്കുന്നത്. ഏപ്രിൽ 14 വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. വേനൽ കടുക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ പഴം പച്ചക്കറി വിപണിക്കും തീപിടിക്കുകയാണ്. കൂടുതൽ ആവശ്യക്കാരുള്ള ചെറുനാരങ്ങയുടെ വിലയാണ് ഏറെ കുതിച്ചുയരുന്നത്. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെ വിലയുണ്ടായിരുന്ന നാരങ്ങയ്ക്ക് നിലവിലെ ചില്ലറ വിപണിയിൽ 200 രൂപ മുതൽ 250 രൂപ വരെയാണ് ഈടാക്കുന്നത്. വലിപ്പവും ഗുണനിലവാരവും കൂടിയ ഇനങ്ങൾക്ക് ചിലയിടങ്ങളിൽ ഇതിലും ഉയർന്ന നിരക്കാണുള്ളത്. അയൽ സംസ്ഥാനങ്ങളിലെ ഉൽപാദനക്കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കേരളത്തിലേക്ക് പ്രധാനമായും നാരങ്ങ എത്തുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനങ്ങളിൽ മഴക്കുറവിനെ തുടർന്ന് നാരങ്ങ കൃഷി തകർച്ചയിലാണ്. വേനൽക്കാലമായതോടെ നാരങ്ങയുടെ ഉപയോഗം ഇരട്ടിയായി. ചെറുകിട ശീതള പാനീയ കച്ചവടക്കാരെയാണ് വിലക്കയറ്റം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇതിങ്ങനെ ചൂടിനിങ്ങനെ കയറാറുണ്ട് ചെറുനാരങ്ങ, പക്ഷെ ഇത്രയും കയറാറില്ല. മാക്സിമം ഒരു 130-150 വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് സർവത്ത് വില കൂട്ടാണ്ട് വരും, നിവൃത്തിയില്ല. ലൈമ് വില കൂട്ടേണ്ട വരും, അങ്ങനെ എല്ലാം കൂട്ടേണ്ട വരും. അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. പഞ്ചസാരക്കും വില കൂടിയില്ലേ? പഞ്ചസാരക്ക് ഇപ്പൊ 48ആയി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കടുത്ത വേനൽ ചൂടിനിടയിൽ പകൽ സമയത്ത് പൂർണ്ണമായി വൈദ്യുതി മുടക്കുന്നതിനെതിരെ മാള പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നിൽപ്പ് സമരം നടത്തി. കടുത്ത വേനലിന് മുൻപ് വൈദ്യുതി ലൈനിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും തൊഴിലാളികളെയും നാട്ടുകാരെയും ചൂടിൽ കൂടുതൽ ദുരിതത്തിലാക്കരുതെന്നും നിൽപ്പ് സമരം നടത്തിയ TK ജിനേഷ് ആവശ്യപ്പെട്ടു. ഫാൻ പ്രവർത്തിച്ചിട്ട് പോലും വീടുകളിൽ കഴിയാനാകാത്ത സാഹചര്യത്തിലാണ് വൈദ്യുതി മുടക്കുന്നതെന്നാണ് ആക്ഷേപം. ഒരു മാസത്തിനിടയിൽ ഒരേ സ്ഥലത്ത് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ വൈദ്യുതി മുടക്കുന്നുണ്ട്. കുന്നത്തുകാട് പ്രദേശത്ത് വൈദ്യുതി മുടക്കിയ രാവിലെ 9 മുതൽ 11 വരെയാണ് പഞ്ചായത്ത് അംഗം സമരം നടത്തിയത്. ജനശബ്ദം. സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂട് തുടരുകയാണ്. ഉയർന്ന താപനിലയും അസഹ്യമായ ഉഷ്ണവും ജനങ്ങളുടെ ദിനചര്യയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു കടുത്ത ചൂടിലും ചൂടൊന്നും വക വെക്കാതെ ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇവിടെ നമ്മുടെ നഗരങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചൂട് എങ്ങനെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഒരു ജോലിക്കിടയിൽ നിങ്ങൾക്ക് ചൂട് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചൂട് നല്ലോണം എടുക്കുന്നുണ്ട്. മേലാകെ പൊള്ളലേറ്റി തുടങ്ങിയിട്ട് കുരുക്കളും ഒക്കെ പൊന്തുണ്ട്. അല്ലാതെ ചൂട് നല്ലോണം ഉണ്ട്. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചൂടത്ത്? ഞങ്ങൾക്ക് രാവിലെ ഈ ചൂട്, രാവിലത്തെ ഒരു വെയിലുണ്ട്, ഇതിനേക്കാളും കടുപ്പാണ് രാവിലത്തെ. ആ വെയിൽ കാണുമ്പോൾ കുഴഞ്ഞു പോണ പോലെ തോന്നും. കയ്യും കാലും തലകറക്കൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. എത്ര നേരം ഉണ്ടാവും ഈ ഒരു ജോലി ടൈം? എങ്ങനെയാണ്? 12:30 വരെ ഉണ്ട് ഈ ജോലി. അപ്പൊ അത്രയും ടൈം നിങ്ങൾ ഇവിടെ ഈ ഒരു വെയിൽ വക വെക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്? അതെ, അതെന്ന് വെച്ചാൽ നമ്മുടെ പൂരാണ്. അത് നമ്മൾ ഭംഗിയാക്കണം, കളറാക്കണം. അപ്പൊ അതുകൊണ്ട് വെയിലൊരു പ്രശ്നമല്ല. വെയിലും ആയാലും മഴയായാലും തണലും ഞങ്ങൾക്ക് പണി തന്നെ വേണം. നല്ല ചൂടാണ്. ഇപ്പൊ അത്യാവശ്യം ഇതുവരെ കഴിഞ്ഞു. ഇപ്പൊ മഴക്കാർ തുടങ്ങിയിട്ടുണ്ട് ഇന്നോട്ട്. എന്നാലും സഹിക്കാൻ പറ്റാത്ത പുഴുക്കാണ്, ചൂടല്ല, ഒരു ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇവിടുത്തെ ചൂടൊക്കെ കാരണം വിശ്രമിക്കാനായിട്ട് മരത്തിന്റെ ചോട്ടിൽ 2 പിള്ളേർ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ ഭയങ്കര മോശമായിട്ടാണ് വരണേ. വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അത്ര നല്ല ചൂടാണ്. ഞങ്ങളിപ്പോൾ ബാങ്കിലേക്ക് ഒരു ആവശ്യത്തിന് വന്നതാ, നടക്കാൻ കൂടിയും പറ്റണില്ല. അത്ര ചൂടായ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് എന്താണ് അതേപോലത്തെ ചൂടാണ് ഇപ്പോൾ ഇവിടെ.
ഇപ്പൊ മുന്നത്തെ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വട്ടാണ് ചൂട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഈ വർഷം തന്നെ ചൂട് കൂടുതൽ. ഓരോ ദിവസം ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക. വീട്ടിലിരിക്കാനും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. ഞാനൊക്കെ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോണ ഒരു സ്ഥിതി വെച്ചിട്ടായി. ചൂട് കാരണം ഒരു 10 മണി കഴിഞ്ഞ് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ദേഹം ഒക്കെ 10 മണി കഴിഞ്ഞ് നമ്മൾ വണ്ടിമ ഇറങ്ങുകയാണെങ്കിൽ ദേഹം ഒക്കെ തളരുന്ന പോലെ തോന്നും. ഭയങ്കര ചൂടാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹമാണ്. കുടിച്ചാലും ദാഹമൊന്നും തീരില്ല. ഇപ്പോൾ അത്രയ്ക്ക് ചൂടാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചൂട് കാരണം. ചൂട് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് വരുന്നതാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ തലചുറ്റം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചൂട് ഈ പ്രാവശ്യമാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി കുറച്ചും കൂടി ഇങ്ങനെ ചൂട് കൂടത്തേ ഉള്ളൂ. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30യോടെയാണ് സംഭവം. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കാവുങ്കൽ വീട്ടിൽ ജിൻഡോയുടെ വീട്ടിലെത്തിയ നിഖിലും സുഹൃത്ത് കാട്ടുങ്ങൽ ഷാമോനും തമ്മിൽ തർക്കം നടന്നു. ബഹളം കേട്ട ജിൻഡോയുടെ സഹോദരൻ ജെയ്സൺ എത്തിയതോടെ തർക്കം രൂക്ഷമായി. തുടർന്ന് വീട്ടിന് പുറത്ത് ഏറ്റുമുട്ടൽ നടന്നു. സംഘർഷത്തിനിടെയാണ് നിഖിലിന് കുത്തേറ്റത്. നിഖിലിനെ കുത്തുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഷാമോനും പരിക്കേറ്റ് ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നിഖിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ജിൻഡോ, സഹോദരൻ ജെയ്സൺ, പിതാവ് ഔസേപ്പ് എന്നിവരെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമ പോരാട്ടം വിജയം കണ്ടതോടെ സ്വരാജ് റൌണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിന് മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകും. സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുര നട വരെയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ 3 വർഷം തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നഗരമധ്യത്തിലുള്ള നടപ്പാതയുടെ നവീകരണം സാധ്യമായത്. 2022 ഫുട്പാത്ത് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഷാജി കോടങ്കണ്ടത്ത് അന്നത്തെ മേയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. 2022 പൂരത്തിനു മുൻപ് അടിയന്തിരമായി ഫുട്പാത്ത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും പല ന്യായീകരണങ്ങൾ പറഞ്ഞ് കോർപ്പറേഷൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് ആദ്യം 25 ലക്ഷവും പിന്നീട് 1 കോടി രൂപയും നവീകരണത്തിനായി കോർപ്പറേഷൻ വകയിരുത്തി. എങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് NOC നൽകിയില്ലെന്നും കരാർ ഏറ്റെടുക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പണി വൈകിപ്പിച്ചു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതുവരെ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല. മുൻ മേയർ MK വർഗീസ് പദ്ധതിക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഭരണസമിതിയിൽ നിന്ന് അനുമതി ലഭിച്ചിരുന്നില്ലെന്നും നിലവിലെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ അവർക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. കോടതിയുടെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലും കോർപ്പറേഷൻ അധികാരികൾ കണ്ണു തുറന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫുട്പാത്തിന്റെ പണി പൂർത്തീകരിച്ചത്. എന്തായാലും വളരെ മനോഹരമായി, സന്തോഷമുണ്ട്. ഞാനിത് കേസ് കൊടുക്കാൻ കാരണം യാദൃശ്യമായിട്ട് ഒരു ദിവസം കാലത്ത് ഞാൻ പറമ്പിലേക്ക് പോണ വഴിക്ക് ഈ നടക്കാൻ പോണ ആളുകൾ ഈ ഫുട്പാത്തിന്റെ റോട്ടിലൂടെ നടന്നു വരുമ്പോൾ വണ്ടി ഇടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞത്. പക്ഷേ വളരെ ദയനീയമായിരുന്നു ഈ ഫുട്പാത്തിന്റെ അവസ്ഥ. ഇപ്പോൾ ഇത് മനോഹരമായി, നമുക്ക് തന്നെ ഒരു അഭിമാനമുണ്ട്. നമ്മുടെ ഈ റൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നവീകരണം പൂർത്തിയാകുന്നതോടെ ഇത്തവണ തൃശൂർ പൂരത്തിനെത്തുന്നവർക്കും പതിവ് കാൽനട യാത്രക്കാർക്കും ഇനി സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ സുഖമായി നടക്കാം. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 30,000-ലധികം രൂപയും വിലപിടിപ്പുള്ള പൂജാപാത്രങ്ങളും മോഷ്ടാക്കൾ കവർന്നു. ഇന്ന് പുലർച്ചെ നിർമ്മാല്യം ദർശനത്തിനായി മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇൻവെർട്ടർ ഓഫാക്കുകയും ചെയ്ത ശേഷമാണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. തെളിവ് നശിപ്പിക്കാനായി ക്ഷേത്രത്തിനകത്തെ CCTV ക്യാമറകൾ തിരിച്ചുവെക്കുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രധാന ഭണ്ഡാരം കുത്തിത്തുറന്ന്
തുറന്ന നിലയിലാണ്. ഉത്സവത്തിനും വിഷുവിനും ശേഷം ഭണ്ഡാരം തുറന്ന് എണ്ണിയിട്ടില്ലാത്തതിനാൽ ഇതിൽ മാത്രം 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപയും മോഷ്ടിച്ചു. ഇതിനു പുറമെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ നിലവിളക്കുകളും പൂജകൾക്കായി ഉപയോഗിക്കുന്ന ചെമ്പിന്റെ കലശക്കുടങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വിവരമറിഞ്ഞ ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ക്ഷേത്രത്തിലെ DVR നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പരിസര പ്രദേശങ്ങളിലെയും റോഡുകളിലെയും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് കാലത്ത് അമ്പലം തുറക്കാൻ വേണ്ടി തിരുമേനിയും മറ്റേ കൂടുള്ള പണിക്കാരനും കൂടി വന്നപ്പോഴാണ് ഈ അമ്പലത്തിന്റെ സാധനം പൊളിച്ചു കണ്ടത്. സ്റ്റോർ റൂമിന്റെ ഡോറ് പൊളിച്ചു കണ്ടു. അങ്ങനെ പൊളിച്ചു കണ്ടപ്പോൾ തന്നെ തൊട്ടടുത്ത് ക്ഷേത്ര ഭാരവാഹിയായ ബാലകൃഷ്ണനെ വിളിച്ചു. അവർ വന്നു നോക്കിയപ്പോൾ ഡോറ് പൊളിച്ചേക്കണു. ഡോറ് പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈസയുടെ അറിയുന്ന ബോക്സ് കാണാനില്ല, അത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അകത്ത് കയറി നോക്കിയപ്പോൾ ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന പൈസ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരുമേനി താമസിക്കുന്ന റൂമിന്റെ ഡോറും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്നദാന ഹാളിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റോർ റൂമിൽ കയറിയിട്ട് അവിടെയാണ് നമ്മുടെ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഇരിക്കുന്നത്. അന്നദാന റൂമിന്റെ വാതിൽ പൊളിച്ച് അതിന്റെ അകത്ത് കയറി ആ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് എന്ന ബോക്സ് അടക്കം അഴിച്ചു കൊണ്ടുപോയേക്കാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 75 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,280 രൂപയായി. 1 പവന് 600 രൂപ വർദ്ധിച്ച് 1,14,240 രൂപയായി. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം നടന്നു. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. ഇടവേള. വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിലെ ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ടൂറിസം വകുപ്പിന്റെയും ധനസഹായം വിതരണം ചെയ്തു. തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഘടകക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം കൈമാറി. ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു, ദേവസ്വം സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, നെയ്തലക്കാവ്, അയ്യന്തോൾ, ചൂരക്കാട്ടുകര, ചെമ്പൂക്കാവ്, ലാലൂർ, പൂക്കാട്ടിക്കര, കാരമുക്ക്, കണിമംഗലം, പനമുക്കുംപള്ളി എന്നീ ഘടകക്ഷേത്രങ്ങളിലെ പൂരാഘോഷ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടപെടുകയും പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതിവെറിക്കെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, മേഖലാ സെക്രട്ടറി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിരോധത്തിന്റെ സംഗീത ശില്പങ്ങളും കലാരൂപങ്ങളും വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ചു.
ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വാർഷികാഘോഷം അസിസ്റ്റന്റ് കളക്ടർ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി കെ വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി ടി സബിത, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വി വി ശ്യാംലാൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ എം സുബൈദ എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് 1991 ഏപ്രിൽ 18 പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പാക്കറ്റുകളിൽ നേർച്ച തയ്യാറാക്കിയത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അരിവെഞ്ചരിപ്പ് നിർവഹിച്ചു. സേവിയർ അറക്കൽ, ഡേവിസ് തെക്കേക്കര, ഒ ജെ ജസ്റ്റിൻ, സി സേവിയർ, പി വി ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 10 നൈവേദ്യ പൂജയെ തുടർന്നാണ് നേർച്ച പാക്കറ്റുകൾ വിതരണം ചെയ്യുക എന്ന് സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തിരുനാൾ ശതോത്തര സുവർണ ജൂബിലി തിരുനാളായിട്ടാണ് കൊണ്ടാടുന്നത്. ഇടവകയിലെ എല്ലാ ജനങ്ങളും കൊടികയറ്റിന് ശേഷം തിരുനാളിന് ഉറപ്പമായ പ്രവർത്തനങ്ങൾ ഭവനങ്ങളിലും പള്ളികളിലും ആരംഭിച്ചു കഴിഞ്ഞു. വിശുദ്ധൻ്റെ പ്രധാന വഴിപാടായ തിരുനാൾ ഏറ്റുകഴിക്കുന്നതിന് 1.5 ലക്ഷം പേർക്ക് നേർച്ചൂട്ട് ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നതിന് ആവശ്യമായ പാർസൽ പാക്കറ്റുകൾ, അരി, അവില് എന്നിവ 60,000-ഓളം പാക്കറ്റുകളാണ് ഇപ്പോൾ ഈ ഇടവകയിലെ ചേച്ചിമാർ നിറച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ ആദ്യ അവസാനം വരെയുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വടക്കുന്നാഥന്റെ നിലപാട് തറയ്ക്ക് സവിശേഷമായ പ്രാധാന്യമാണുള്ളത്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് ശ്രീമൂലസ്ഥാനമായ പടിഞ്ഞാറെ ഗോപുരത്തിന് സമീപമാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന് എഴുന്നള്ളി ഈ നിലപാട് തറയിൽ എത്തുമ്പോഴാണ് പൂരവിളംബരമായി 3 തവണ ശംഖ് മുഴക്കുന്നത്. തുടർന്ന് പൂരം നാളിൽ പുലർച്ചെ കണിമംഗലം ശാസ്താവ് മുതൽ ഘടകക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ രാവും പകലും എഴുന്നള്ളി വന്ന് നിലയുറപ്പിക്കുന്നതും പൂരം നടത്തുന്നതും ഈ നിലപാട് തറയ്ക്ക് മുന്നിലാണ്. പൂരപ്പിറ്റേന്ന് പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാർ മുഖാമുഖം വന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതും നിലപാട് തറയ്ക്ക് അഭിമുഖമായാണ്. കൂടാതെ ഇതേ നിലപാട് തറയ്ക്ക് ഇരുവശങ്ങളിലുമായിട്ടാണ് ആകാശപൂരമായ വെടിക്കെട്ടും അരങ്ങേറുന്നത്. തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പൂരം കണ്ടിരുന്നതും നിയന്ത്രിച്ചിരുന്നതും ഈ നിലപാട് തറയിൽ ഇരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഇന്നും സംരക്ഷിച്ച് നിലനിർത്തിപ്പോകുന്ന ചരിത്ര പ്രാധാന്യമുള്ള ശക്തന്റെ ഈ നിലപാട് തറ ആനയും മേളവും ജനസഞ്ചയവും നിറയുന്ന ഇടമായി മാറാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ പൂരം നാളിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമിയും. വിശ്വത്തോളം പ്രസിദ്ധമായ പൂരത്തോളം പെരുമ നിറഞ്ഞതാണ് വടക്കുന്നാഥ സന്നിധിയിലെ ശക്തന്റെ ഈ നിലപാട് തറ. അതിനെ അനുഭവിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഓരോ പൂരക്കാലവും. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. എറിയാട് പേബസാർ മഹൽ കമ്മിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ആദ്യത്തെ വീടിന്റെ താക്കോൽ ദാനവും അവാർഡ് ദാനവും നടന്നു. പൊതുസമ്മേളനം സമസ്ത താലൂക്ക് പ്രസിഡന്റ് MK മുജീബ് റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. വീടിന്റെ താക്കോൽ ദാനം സയ്യിദ് അബ്ദുൾ റഹ്മാൻ മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, DYSP ഷാജി മാരാത്ത്, അഡ്വക്കേറ്റ് സ്വാബിർ അയ്യാരിൽ, മഹൽ ഖത്തീബ് K റിയാസ് അൽ ഹസനി, KR റാഫി, മുഹമ്മദ് മുഹസിൻ, MR റയാൻ, PN ഹാദിയ നഹാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. തിരുനാൾ കൊടിയേറ്റം ഫാദർ അൽഫോൻസ് വാഴപ്പനാടി നിർവഹിച്ചു. ഫാദർ ജിതിൻ പുന്നശ്ശേരി, ഫാദർ വിൽസൺ മുക്കനാമ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡീസൺ കവലക്കാട്, സഹവികാരി ടോം പുള്ളൂലിൽ, കൈകാര്യന്മാരായ ജോസ് വെട്ടുമാണിക്കൽ, പൌലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ നാളെ രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജിജോ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പഴുവിൽ മാധവ മാരാർ സ്മാരക സ്കന്ദ പുരസ്കാരം മേളവാദ്യ കലാകാരൻ കിഴക്കുംചേരി ജയന് സമ്മാനിച്ചു. 25,001 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. പഴുവിൽ രഘുമാരാർ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ ഉപഹാരം സമർപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് ക്യാഷ് അവാർഡും, രാധാകൃഷ്ണ മാരാർ, ശങ്കരൻകുട്ടി മാരാർ എന്നിവർ പ്രശസ്തി പത്രവും സമർപ്പിച്ചു. ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ AV രാമചന്ദ്ര വാര്യർ, അന്തിക്കാട് പത്മനാഭൻ, ഷാജി കുറുപ്പത്ത്, പഴുവിൽ വിപിൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സഖ്യം തൃശൂർ യൂണിയൻ അവധിക്കാലത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് കഥകളും കവിതകളും ബാലസാഹിത്യങ്ങളും അടങ്ങിയ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചേർപ്പിൽ നടന്ന പുസ്തക വിതരണം സാഹിത്യകാരൻ ഗംഗാധരൻ ചെങ്ങാലൂർ ഉദ്ഘാടനം ചെയ്തു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ അക്ഷരി സഖ്യം സഹകാരി KN മായാദേവി, ധ്യാൻ വിവേക്, MM മിഥുൻ, VS ശിവ, അമൽ കൃഷ്ണ, PS രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ മികവ് തെളിയിച്ച് പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി അമീൻ. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകൾ അനായാസം സംസാരിക്കുവാനും എഴുതുവാനും കഴിവുള്ള അമീൻ ഇതുവരെ 3 പ്രഗത്ഭരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കവിയും എഴുത്തുകാരനുമായ ഫെബിയസ് ഒരുമനയൂർ, പ്രശസ്ത മലയാളം എഴുത്തുകാരൻ P. സുരേന്ദ്രൻ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പ്രസിഡന്റ് റഷീദ് പറമ്പൻ എന്നിവരുമായി ഇന്റർവ്യൂ നടത്തി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രെയിനർ സയ്യിദ് ഉദ്മാനാണ് അമീന് പരിശീലനം നൽകുന്നത്. തിപ്പിലശ്ശേരി അബ്ബാസ്, ഷഹീന ദമ്പതികളുടെ മകനാണ് അമീൻ. Then we're going through many of your poems and we're really excited to talk with you and about your work. Explore personal experiences, social issues and psychological conflicts. What draws you to these themes? See, when something strikes me. പുന്നപ്പിള്ളി മനയിലെ രാമൻ നമ്പൂതിരിയുടെ സപ്തതി ആഘോഷം പുന്നപ്പിള്ളി ഇല്ലത്ത് നടന്നു. 2 ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ TR ഹാരി, വാർഡ് മെമ്പർ ഷിമി ശിവദാസ്, വന്ദന ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. രാമാനന്ദ സപ്തതി സമാധാരണ ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MB സജീവ് അധ്യക്ഷത വഹിച്ചു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. വേലൂർ ഗവൺമെന്റ് രാജാ സാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുടർച്ചയായി 9ാം വർഷവും ക്യാമ്പ് നടക്കുന്നത്. പ്രമുഖ ഗാന്ധിയൻ ഗിരീശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നൃത്ത സംഗീത അധ്യാപിക തിലോത്തമ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പാൾ S. കവിത, പ്രധാന അധ്യാപിക രത്നകുമാർ, ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിൻസി സേവ്യർ, PS ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും. ഗുരുവായൂർ ബ്രഹ്മകുളം ബത്തരിയ ഹയർ സെക്കൻഡറി മദർസ പ്രവേശനോത്സവവും ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും നടന്നു. മഹൽ ഖത്തീബ് KK അബ്ദുസലാം ധാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് മുഫത്തീഷ് ബാദ്ഷാ അൻവാരി, മഹൽ പ്രസിഡന്റ് ജാഫർ കിയറ അധ്യക്ഷത വഹിച്ചു. സദർ മു അലീം അബ്ദുറഹീം അഫ്ദലി, സൈനുദ്ദീൻ യമാനി, ഹാഫിദ് യാസിർ നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ പാർക്കിംഗ് ഗ്രൗണ്ട് നവീകരിച്ച് സമർപ്പിച്ചു. 20,000-ലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ടാറിംഗ് ചെയ്താണ് നവീകരിച്ചത്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ വെഞ്ചരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ VP പുറത്തുകാരൻ, കൈകാരന്മാരായ അലക്സ് ചീരൻ, സോണി തോമസ്, ജോസി ചുങ്കത്ത, മനീഷ് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി വാണിജ്യം.
അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി അക്ഷയ തൃതീയ ദിനത്തെ സമ്പന്നമാക്കാൻ ഒരുങ്ങി കേരളത്തിലെ ആദ്യ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറിയായ തൃശൂരിലെ അഡൗറ ജ്വല്ലേഴ്സ്. ഈ അക്ഷയ തൃതീയ അവിസ്മരണീയമാക്കാൻ ഉപഭോക്താക്കൾക്ക് സുവർണ അവസരമാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കേരളത്തിലെ ആദ്യ പ്രീമിയം ജ്വല്ലറി കൂടിയായ തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിലെ അഡോറ ജ്വല്ലേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. കേരള സ്വർണ്ണാഭരണങ്ങൾ വെറും 1.9% മാത്രം പണിക്കൂലിയിലും ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയിൽ 50% ഇളവോടെയും സ്വന്തമാക്കാം. കൂടാതെ കേവലം 1500 രൂപ മുതൽ സ്വർണ്ണ നാണയങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുമാകും. ഇതിനു പുറമെ 1 പവൻ സ്വർണം വെറും 5000 രൂപ നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും അഡോറ ജ്വല്ലേഴ്സ് നൽകുന്നു. അക്ഷയ തൃതീയ ദിനമായ ഏപ്രിൽ 19 വരെയുള്ള ഓരോ പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും നേടാനാകും. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് 36 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച TC ഗോൾഡിന്റെ ഒരു യൂണിറ്റാണ് അഡോറ ജ്വല്ലേഴ്സ്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും അഡോറ ജ്വല്ലേഴ്സിന് കഴിയുന്നു. ഡിസൈനർ, ബ്രൈഡൽ, ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനും അഡോറയുടെ പ്രത്യേകതയാണ്. വിവാഹ പാർട്ടികൾക്ക് 10% നൽകി 2 മാസവും 20% നൽകി 4 മാസവും അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരം നൽകുന്നതിനൊപ്പം സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയിലും കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം പർച്ചേസ് ചെയ്യാനുമാകും. 6 മാസം മുൻപ് മുഴുവൻ തുകയും നൽകി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. സ്വർണ്ണ സമൃദ്ധി പദ്ധതിയിലൂടെ തവണകളായി അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ സ്വർണം അപ്പോഴത്തെ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള സുവർണ അവസരവും അഡോറ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതുവൈഭവം തീർത്തുകൊണ്ട് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവും കൈമുതലാക്കിയെത്തുന്ന ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7ാമത് ഷോറൂമാണ് തൃശൂർ സിറ്റി സെന്ററിൽ ഉപഭോക്താക്കൾക്കായി തുറന്നിരിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർമാരായ KK ചേട്ടൻ, രശ്മി, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് ലക്കി ഡ്രോ വഴി ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകുകയും ചെയ്തു. കുറഞ്ഞ പണിക്കൂലിയിൽ മികച്ച ഡിസൈനുകൾ അവതരിപ്പിച്ച് വിപണിയിൽ ശ്രദ്ധേയമായ സ്ഥാനമുറപ്പിച്ച ഹമാര ഗോൾഡൻ ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ്, ഒറിജിനൽ, ആന്റിക്, കുവൈറ്റി, ചെട്ടിനാട്, നഗാസ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകളുടെ സമ്പന്നമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ യാത്രാമൊഴി. പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരങ്ങളിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ചെറുനാരങ്ങയ്ക്കും തീപിടിച്ചിട്ടില്ല. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേർ കസ്റ്റഡിയിൽ. നിയമപോരാട്ടം വിജയം കണ്ടതോടെ സുരാജ് റൌണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് തൃശൂർ പൂരത്തിന് മുൻപ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കും. സ്വപ്ന തിയേറ്റർ മുതൽ തെക്കേ ഗോപുര നട വരെയുള്ള ഭാഗമാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 30,000-ത്തിലധികം രൂപയും പൂജാപാത്രങ്ങളും കവർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 75 രൂപ വർദ്ധിച്ച് 14,280 രൂപയായി. മിൽമ പാലിനും വില കൂടി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.